വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെതിരായ കേസിൽ വാദം ആരംഭിച്ചു. മതവികാരം വ്രണപ്പെടുത്തുന്ന ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. പി.സി. ജോർജ് മുൻപും ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടെന്നും കസ്റ്റഡി അനിവാര്യമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കത്തിനിടെ രാവിലെ 11 മണിയോടെയാണ് ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയത്. ഷൈജു വിശദാംശങ്ങൾ നൽകും. ഷൈജു, വാദം തുടങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പി.സി. ജോർജിൻ്റെയും ഒപ്പം പ്രോസിക്യൂഷൻ്റെയും വാദങ്ങൾ എങ്ങനെയാണ് പുരോഗമിച്ചത്? കോടതിയിൽ ഇന്ന് എന്തുണ്ടാകാനാണ് സാധ്യത? സൈഫുദ്ദീൻ, അതായത് 11 മണിയോടുകൂടി അങ്ങേയറ്റം നാടകീയമായിട്ടാണ് പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങിയത്. കോടതിയിൽ കീഴടങ്ങിയ ശേഷം മജിസ്ട്രേറ്റ് മുന്നിലേക്ക് നേരെ ഹാജരാവുകയായിരുന്നു. മജിസ്ട്രേറ്റ് അപ്പോൾ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ട കേസുകളിലേക്ക് കിടക്കുകയും അവിടെ വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്ന് പോലീസിനോട് റിപ്പോർട്ടും തേടിയിരുന്നു. ഈ പോലീസിനോട് റിപ്പോർട്ട് തേടിയതിനു ശേഷം ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്നത്തെ പല കേസുകളും പരിഗണിച്ചതിന് ശേഷം ഏതാണ്ട് 12:30-ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കുകയായിരുന്നു. കേസ് പരിഗണിക്കുമ്പോൾ APP ഇന്ന് ഇല്ലായിരുന്നു. ഈ കോടതിയിൽ ഈരാറ്റുപേട്ട കോടതിയിലെ APP ഇന്ന് ലീവിലായിരുന്നു. അതുകൊണ്ട് മറ്റൊരു കോടതിയിലെ APP ഓൺലൈനിൽ വരികയായിരുന്നു. ഓൺലൈനിൽ എത്തി ഹാജരായി കാര്യങ്ങൾ വാദം തുടരുകയായിരുന്നു. ഈ വാദം തുടരുന്ന സമയത്ത് മതവികാരം വ്രണപ്പെടുത്തുന്നതൊന്നും പി.സി. ജോർജ് ചെയ്തിട്ടില്ല എന്ന് അഭിഭാഷകൻ പറയുകയായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ നിർബാധം ഖണ്ഡിക്കുകയായിരുന്നു. കാരണം മതവികാരം വ്രണപ്പെടുത്തുക മാത്രമല്ല, ഇതിനു മുമ്പും സമാനമായ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വേണമെന്നും റിമാൻഡിൽ വിട്ടുകൊണ്ട് പോലീസ് കസ്റ്റഡി നൽകണം. ഷൈജു, ഈ വാദത്തിനൊടുക്കം ഇന്നിപ്പോൾ കോടതി ഏത് തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനാണ് സാധ്യത? അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതും അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റഡിയിലേക്ക് പോയാലോ അല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോയാലോ ഉണ്ടാകുന്ന ഒരു പ്രയാസം കണക്കിലെടുത്തുകൊണ്ടുള്ള വലിയ കരുതലോടുകൂടിയുള്ള നീക്കം പി.സി. ജോർജിന്റെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് കൃത്രിമ ഓക്സിജൻ ലഭ്യമായെങ്കിൽ മാത്രമേ രാത്രി ഉറങ്ങാൻ സാധിക്കൂ എന്ന ഒരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നമടക്കമുള്ള കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയും റിമാൻഡ് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം അഭിഭാഷകന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കുന്ന ഒരു സാഹചര്യമല്ലെന്നും റിമാൻഡിൽ പോവേണ്ടുന്ന കസ്റ്റഡിയിൽ ലഭ്യമാവേണ്ടുന്ന ഒരു കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന പ്രോസിക്യൂഷൻ വാദമാണ് നടന്നത്. ഇത് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് എവിടെ എന്ന് കോടതി ചോദിക്കുന്നു. റിപ്പോർട്ട് അപ്പോഴും എത്തിയിട്ടില്ല എന്നറിയിക്കുമ്പോൾ 1:30-ക്കുള്ളിൽ കോടതിയിൽ റിപ്പോർട്ട് എത്തിക്കണമെന്നും 2 മണിക്ക് കോടതി ചേരുമ്പോൾ ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിന് ശേഷം കോടതി മേൽ നടപടി നടത്തും എന്ന കാര്യമാണ് അറിയിച്ചത്. അതനുസരിച്ച് ഇപ്പോൾ 2 മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ കേസ് പരിഗണിക്കും. അപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും. നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ വൈദ്യപരിശോധന നടത്തി റിമാൻഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നു എന്നാണ്. കാരണം കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ തന്നെ ഈ കോടതിയിൽ കീഴടങ്ങുന്ന പ്രതിക്ക് വേണ്ടിയിട്ട് കസ്റ്റഡി ആവശ്യപ്പെടുക സ്വാഭാവിക നടപടിയുടെ കൂടി ഭാഗമാണ്. പി.സി. ജോർജിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ പോലീസ് ഒരു അറസ്റ്റ് നടത്തണം എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. കാരണം പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നും വീട്ടിലാണ് എത്തുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു നീക്കം പോലീസ് നടത്തിയിരുന്നു. പോലീസിന്റെ സകല നീക്കങ്ങളെയും പൊളിച്ചുകൊണ്ട് അത്യന്തം നാടകീയമായിട്ടാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് കീഴടങ്ങി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരായിട്ടുള്ളത്. ഉച്ചവരെ പലതരത്തിലുള്ള വാദം നടന്നു. അതിനുശേഷം പോലീസ് റിപ്പോർട്ട് 1:30-ക്കുള്ളിൽ എത്തിച്ച് 2 മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ പരിശോധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള കോടതി നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സൈഫുദ്ദീൻ, വൈദ്യപരിശോധന പൂർത്തിയാക്കി റിമാൻഡിൽ വിടാനുള്ള സാധ്യതയാണ് ഉള്ളത്. വിദ്വേഷ പരാമർശ കേസിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെതിരായ കേസിൽ ഇപ്പോൾ വാദം തുടങ്ങിയിരിക്കുന്നു. മതവികാരം വ്രണപ്പെടുത്ത ഒന്നും താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ജോർജിൻ്റെ അഭിഭാഷകൻ വാദത്തിനിടെ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ പി.സി. ജോർജ് മുൻപും ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടെന്നും കസ്റ്റഡി അനിവാര്യമെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഇനി കസ്റ്റഡിയിൽ വിടുമോ അതോ ജാമ്യം നൽകുമോ എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോഴത്തെ സാധ്യതകൾ അനുസരിച്ച് വൈദ്യപരിശോധനയ്ക്ക് ശേഷം റിമാൻഡിൽ വിടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്.